നമസ്കാരം. ഇത് 15ാം നിയമസഭയാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആണ് ആദ്യമായി ഒരു ജനാധിപത്യ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. 1957 അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1957 EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് CPM-ന് 60 സീറ്റുകളും കോൺഗ്രസിന് 43 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് ശ്രീ PT ചാക്കോയാണ്. PT ചാക്കോയാണ് കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. PT ചാക്കോ പിന്നീട് കേരള കോൺഗ്രസ് എമ്മിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ PT ചാക്കോ എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ആ സമയത്ത് 1957 126 അംഗ നിയമസഭയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഈ 126 അംഗ നിയമസഭയിൽ CPM-ന് 60 സീറ്റുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 43 സീറ്റുകളും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 9 സീറ്റുകളും ഇൻഡിപെൻഡന്റിന് 14 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട് EMS മന്ത്രിസഭ സ്വതന്ത്രരായിട്ടുള്ള ആളുകളുടെ പിന്തുണ കൂടി നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് 1957 കാലഘട്ടത്തിലൊന്നും ഒരിക്കലും കേരളത്തിലൊരു മുന്നണി സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം സ്വാതന്ത്ര്യാനന്തരം കേരളം രൂപപ്പെട്ടതിന് ശേഷം നടക്കുന്ന ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിൻ്റെ ആയുസ് വളരെ ചുരുക്കമായിരുന്നു. 3 വർഷക്കാലം കൊണ്ട് തന്നെ ആ സർക്കാർ താഴെ വീഴുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് 1960 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അന്ന് 29 സീറ്റുകളിലേക്ക് CPI, അന്ന് CPM എന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യ മന്ത്രിസഭയിൽ 60 സീറ്റ് നേടിയത് CPM അല്ല, CPI ആണ്. മാർക്സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1960 വരുന്ന സമയത്ത് 29 സീറ്റുകളാണ് CPIക്ക് നേടാൻ വേണ്ടി സാധിച്ചത്. 95 സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് പട്ടം താണുപിള്ളയുടെ ആ മിനിസ്ട്രിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത് 63 സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയത്. CPIക്ക് അന്ന് ലഭിച്ചിരുന്നത് 29 സീറ്റുകളാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അന്ന് 20 സീറ്റുകൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 11 സീറ്റ്, ഇൻഡിപെൻഡന്റ് 3 സീറ്റുകൾ, അങ്ങനെയാണ് മൊത്തം 126 സീറ്റുകൾ ആയിരുന്നത്. നമ്മളൊരു കാര്യം ഓർക്കുക, 1960 കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടിയായിരുന്നു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ ഒരു പുതിയ കാര്യമായിരിക്കാം. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടായിരുന്നോ എന്ന് തന്നെ പലരും ചോദിക്കും. ഇനി മുമ്പോട്ട് പോകുന്തോറും നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് തമാശകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കേരളത്തിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ നിയമസഭയുടെ ചരിത്രം പറയുന്ന സമയത്ത് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകളെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശ്രീ EMS നമ്പൂതിരിപ്പാടാണ്. 1957 മുതൽ 1959 വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് 1960 മുതൽ 1962 വരെ ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിനുശേഷം കോൺഗ്രസിന്റെ തന്നെ ശ്രീ R ശങ്കർ സെപ്റ്റംബർ 26 1962 മുതൽ സെപ്റ്റംബർ 10 1964 വരെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും 1967 മുതൽ 69 വരെ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്രസിഡൻഷ്യൽ ഭരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് 1965 എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ C അച്യുതമേനോനാണ്. അദ്ദേഹം 1969 മുതൽ 1970 വരെയും അതിനുശേഷം പിന്നീട് 1970 മുതൽ 77 വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് C അച്യുതമേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർച്ച് 25 1977 മുതൽ ഏപ്രിൽ 25 1977 വരെ ശ്രീ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം 1977 മുതൽ 1978 വരെ ശ്രീ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് ശ്രീ PK വാസുദേവൻ നായർ, അദ്ദേഹം 1978 മുതൽ 1979 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് ശ്രീ CH മുഹമ്മദ് കോയ
1979 മുതൽ ഒക്ടോബർ 12 മുതൽ ഡിസംബർ 1 വരെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലഘട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. അതിനുശേഷം 1980 മുതലുള്ള ഒരു രാഷ്ട്രീയം ഒരു പക്ഷേ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും അറിയാവുന്ന സുപരിചിതരായിട്ടുള്ള ആളുകളിലേക്ക് വരികയാണ്. ശ്രീ EK നയനാർ. EK നയനാർ 1980 മുതൽ 1981 വരെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അതിനുശേഷം പിന്നീട് ശ്രീ K കരുണാകരൻ തന്നെ 1981 മുതൽ 82 വരെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അതിനുശേഷം 1982 മുതൽ നമ്മളിങ്ങോട്ട് നോക്കുന്ന സമയത്ത് 5 വർഷത്തെ കാലാവധി കൃത്യമായിട്ട് എല്ലാ സർക്കാരുകളും പൂർത്തിയാക്കുന്നുണ്ട്. 1982 മുതൽ 87 വരെ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. 1987 മുതൽ 91 വരെ ശ്രീ EK നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 4 വർഷം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലാ പഞ്ചായത്തുകളിലേക്കൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിൽ LDF വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ മുന്നേറ്റം കണ്ട പാർട്ടിയെ സംബന്ധിച്ചിട്ട് നിയമസഭ പിരിച്ചുവിട്ട് ഒരു വർഷം കാലാവധി ബാക്കി നിൽക്കെ നിയമസഭ പിരിച്ചുവിട്ടിട്ട് ഇലക്ഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ശ്രീ K കരുണാകരനാണ് 1991 തെരഞ്ഞെടുപ്പിൽ K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. അത് 1995 വരെ ശ്രീ K കരുണാകരൻ തന്നെയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷേ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം ശ്രീ K കരുണാകരനെതിരെ ചാരക്കേസ് ഒക്കെ ഉയർന്നു വരികയും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ടും വന്നു. അതിനെ തുടർന്ന് ശ്രീ AK ആന്റണിയാണ് 1995 മുതൽ 96 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 1996 മുതൽ 2001 വരെ വീണ്ടും ശ്രീ EK നയനാർ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2001 മുതൽ 2004 വരെ ശ്രീ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ബലിയാടായിക്കൊണ്ട് ലോക്സഭയിലേറ്റ പരാജയത്തെ തുടർന്ന് AK ആന്റണി 2004 രാജിവെക്കുന്നു. 2004 രാജിവെച്ചതിന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അദ്ദേഹം 2004 മുതൽ 2006 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആദ്യ ടൈമിൽ ഇരിക്കുന്നു. പിന്നീട് 2006 മുതൽ 2011 വരെ ശ്രീ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിന്നീട് വീണ്ടും 2011 മുതൽ 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ശ്രീ പിണറായി വിജയൻ 2016 മുതൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ 2021-26 എത്തി നിൽക്കുമ്പോഴും അദ്ദേഹം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇത്രയും ആളുകളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കേരളത്തെ നയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കക്ഷി നില കൂടി ഒന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. ഓരോ സമയത്തും വിവിധ മുന്നണികൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. ഈ മുന്നണി സംവിധാനം നിലവിൽ വരുന്നത് തന്നെ 1977 മുതലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 140 സീറ്റുകൾ എന്ന് പറയുന്നതും 1977 ഇലക്ഷൻ മുതലാണ് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് 1957 മുതലുള്ള എല്ലാ മിനിസ്ട്രിയിലെയും ആകെ ടോട്ടൽ സീറ്റുകൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു പോകുന്നതിന് ഒരുപാട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 1957 മുതൽ 1977 വരെയുള്ള പാർട്ടികളുടെയും സീറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു പോകുന്നതായിരിക്കും ഉചിതം. 1957 CPM-ന് 60 സീറ്റുകൾ ലഭിക്കുന്ന സമയത്ത് INC-ക്ക് 43 സീറ്റുകളും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 9 സീറ്റ്, ഇൻഡിപെൻഡന്റ് 14 സീറ്റ്, അങ്ങനെ 126 സീറ്റുകളായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ 1960 കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുമ്പോഴത്തേക്ക് 1965 ഇത് 126 നിന്ന് സീറ്റ് 133 എത്തുന്നു. ഈ 133 എത്തുന്ന സമയത്ത് അന്നത്തെ ഒരു കക്ഷി നില എന്ന് പറയുന്നത് പ്രസിഡന്റ് ഭരണമാണ് 1965 വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ CPM 40 സീറ്റ്, INC-ക്ക് 36 സീറ്റ്, കേരള കോൺഗ്രസിന് 23 സീറ്റൊക്കെ. ഒരു കാര്യം ആലോചിക്കുക, മധ്യ കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ശക്തിയായിരുന്നു കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന് 23 സീറ്റ്, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി 13 സീറ്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 6 സീറ്റ്, CPI 3 സീറ്റ്, ഇൻഡിപെൻഡന്റ് 12 സീറ്റ്, അങ്ങനെയാണ് 133 സീറ്റുകൾ ഉണ്ടായത് എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. പക്ഷേ അവിടെ ഒരു പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷനാണ് വന്നത്. പക്ഷേ അതിനുശേഷം 1967 EMS സപ്തകക്ഷി മുന്നണി എന്ന പേരിൽ ഒരു സഖ്യമുണ്ടാക്കുകയും ആ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് തന്നെ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അന്ന് ശ്രീ K കരുണാകരനായിരുന്നു ഓപ്പോസിഷൻ ലീഡർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് 1970 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് C അച്യുതമേനോൻ ആണ് മുഖ്യമന്ത്രിയാവുന്നത്. ആ C അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് INC-ക്ക് 30 സീറ്റുകൾ, CPIM-ന് 29 സീറ്റുകൾ, CPI-ക്ക് 16 സീറ്റുകൾ, കേരള കോൺഗ്രസിന് 12 സീറ്റുകൾ, ഇൻഡിപെൻഡന്റ് 16, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 11, RSP 6, സോഷ്യലിസ്റ്റ് പാർട്ടി 6, പ്രജാ സോഷ്യലിസ്റ്റ്
പാർട്ടി എസ് പിക്ക് 3 സീറ്റ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി ഉണ്ടായിരുന്നു, ആ പാർട്ടിക്ക് 3 സീറ്റ്, പിന്നെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, ആ പാർട്ടിക്ക് 1 സീറ്റ്. അങ്ങനെയാണ് 133 സീറ്റുകൾ അവിടെ കിട്ടുന്നത്. ഇതിനുശേഷം ഈ സപ്തകക്ഷി മന്ത്രിസഭയ്ക്ക് ശേഷം 1977 ലീഡർ ശ്രീ കെ കരുണാകരൻ മുന്നണി സമവാക്യമുണ്ടാകുന്നത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു മുന്നണി സമവാക്യം കൊണ്ടിരുന്നത്. അന്ന് ശ്രീ കെ കരുണാകരനോട് ഒപ്പം നിന്നിരുന്ന പാർട്ടികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 38 സീറ്റുണ്ട്, 23 സീറ്റോളം CPIക്ക് ഉണ്ട്, കേരള കോൺഗ്രസിന് 20 സീറ്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 13 സീറ്റ്, RSPക്ക് 9 സീറ്റ്, NDPക്ക് 5 സീറ്റ്, PSPക്ക് 3 സീറ്റ്. ആ ഒരു ചരിത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കൊക്കെ എന്നും ആവേശം പകരുന്ന ഒരു പ്രസംഗം എന്ന് പറയുന്നത്. 9 സീറ്റുകളിൽ നിന്ന് 111 സീറ്റുകളുമായിട്ട് മടങ്ങി വന്ന കോൺഗ്രസിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പലപ്പോഴും പല ഇടങ്ങളിലും വെച്ച് ശ്രീ VD സതീശനൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 111 സീറ്റുമായിട്ട് അന്ന് ശ്രീ കെ കരുണാകരൻ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത് 3 വർഷത്തിന് ശേഷം ഈ ഒരുപാട് പാർട്ടികൾ ചെറിയ ഒരുപാട് പാർട്ടികൾ ചേർന്നാണ് ഈ 1977 111 സീറ്റുമായിട്ട് ശ്രീ കെ കരുണാകരൻ മന്ത്രിസഭ രൂപീകരിച്ചത്. എങ്കിലും 3 വർഷത്തെ ആയുസ് മാത്രമാണ് ആ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് വേണം നമ്മൾ പറയേണ്ടത്. 1980 വീണ്ടും ഇലക്ഷൻ വരുന്നു. 98 സീറ്റുകളോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നു. 41 സീറ്റുകൾ മാത്രമാണ് അന്ന് UDFന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അന്ന് LDFന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് CPM 35 സീറ്റുമായിട്ട് LDFന്റെ കൂട്ടത്തിൽ വന്നു. അതുകൂടാതെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1977 UDFന്റെ ഭാഗമായിരുന്ന CPI LDFന്റെ കൂടെ എത്തി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് LDFന്റെ ഭാഗമായിരുന്നു. കേരള കോൺഗ്രസ് M-ന് 8 സീറ്റ് ഉണ്ടായിരുന്നു, RSPക്ക് 6 സീറ്റ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ആ പാർട്ടിക്ക് 5 സീറ്റ് ഉണ്ടായിരുന്നു, ജനതാ പാർട്ടിക്ക് 5 സീറ്റ്, കേരള കോൺഗ്രസ് പിള്ളയ്ക്ക് 1 സീറ്റ്. ആ സമയത്ത് 1980 സമയത്ത് UDFന് 41 സീറ്റുകൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 17 സീറ്റ്, IUMLന് 14, അതായത് മുസ്ലിം ലീഗിന് 14 സീറ്റ്, കേരള കോൺഗ്രസ് ജോസഫിന് 6 സീറ്റ്, NDPക്ക് 3 സീറ്റ്, PSPക്ക് 1 സീറ്റ്, ഇൻഡിപെൻഡൻ്റ് വരുന്നു. ആ രീതിയിലായിരുന്നു അന്നത്തെ കണക്ക് എന്ന് പറയുന്നത്. ഈ 1980 മുതൽ മുമ്പോട്ടുള്ള കണക്കുകൾ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നെനിക്ക് തോന്നുന്നു. കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഇത് ഓർമ്മയിൽ വെക്കാനും അതോടൊപ്പം തന്നെ ഈ മിനിറ്റുകൾ കുറയുന്നതനുസരിച്ച് അത്രയും നിങ്ങൾ കാണുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. നാളെ 1980 മുതൽ 2026 വരെയുള്ള 46 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് പറഞ്ഞു പോകാം.